നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങോട്ട് ഈ ചട്ടിയും പിടിച്ച് പോകുന്നതെന്ന്. എന്നാൽ വലിയൊരു കോളത്തുണ്ട്. അപ്പം നമ്മുടെ മീൻകാരൻ ചേട്ടൻ നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഞണ്ട് കറിയാണ് വെക്കാൻ പോകുന്നത്. ആ കൊട്ടയിൽ ഒരുപാട് തരം മീനുകളുണ്ട്. പലരും ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും 11 മണിക്ക് വരുന്നതാണ്. അപ്പം നമുക്ക് നല്ല ഞണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കടലിൽ നിന്ന് അന്നപ്പോൾ തന്നെ പിടിച്ച് കൊട്ടയിലാക്കി ചട്ടിയിലാക്കി കവറിലാക്കി നമ്മളെ ചട്ടിയിലിട്ട് കൊണ്ടുവന്നതാണ്. വന്നപ്പോൾ ഇതാ നല്ല ഫ്രഷ് ഞണ്ടാണ്, അതും വലിയ സൈസിലുള്ള ഞണ്ടാണ്. അപ്പം നമ്മൾ ഇന്നൊരു കേരള സ്റ്റൈൽ ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേരള സ്റ്റൈൽ ഞണ്ട് കറി എന്ന് പറയുമ്പോൾ തന്നെ നല്ല എരിവുള്ള ടൈപ്പ് ഞണ്ട് കറിയാണ്. നമ്മൾ ഈ ഞണ്ട് കഴിക്കുമ്പം നമ്മുടെ കണ്ണുകൂടിയും മുഖക്കൂടിയൊക്കെ വെള്ളം ഒലിച്ചിറങ്ങണം. അതിന് അത്ര എരിവിലാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ ഞണ്ടിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര ടേസ്റ്റുള്ള ഞണ്ടായിരിക്കും. അന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഞണ്ട് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അന്നപ്പോൾ അതിൻ്റെ കറക്റ്റായ അളവിലും മസാലകളും പൊട്ടികളും വേവൊക്കെ കറക്റ്റാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഞണ്ട് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഞണ്ടുമായിട്ട് ചട്ടിലൊക്കെ ഇട്ടുണ്ട്, നമ്മൾ വല്ല തട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി തുണ്ടമാക്കി നമ്മൾ ചട്ടിയിലിട്ട് വറുക്കല്ല, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അത് തന്നെ ഞാൻ തന്നെയാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിപ്പോൾ ഇതിന് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞണ്ടെടുത്തുണ്ട്, നല്ല ഭംഗിയുള്ള ഞണ്ട്, നല്ല കളർഫുൾ ഞണ്ടാണ്. പല കളറുണ്ടല്ലേ, ബ്ലൂ അത് ഇതൊക്കെ ആയിട്ട്. അപ്പം നമുക്കിതൊരൊന്നും വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ കാലുകളൊക്കെ ഊരിയെടുക്കുന്നത്. അപ്പം ഈ നമ്മൾ ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എനിക്കൊരു വട്ടം മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ അത്ര കെയർഫുള്ളായിട്ട് മെല്ലെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഓരോന്നും അങ്ങനെ എല്ലാ ഞണ്ടിൻ്റെയും കാലുകളൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വേസ്റ്റ് വളരെ കുറവായിരിക്കും, ഇതിന് കുറച്ച് ഭാഗമേ കളയാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഷെല്ലുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് മീറ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പഞ്ഞി ഉണ്ടാവും, നമ്മൾ പൊന്ന് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പൊന്ന് ചിലവരൊക്കെ എടുക്കാറുണ്ട്. ഞാൻ എടുത്തിരുന്നു, പിന്നെ എനിക്ക് തോന്നി വേണ്ടാന്ന്. അപ്പോൾ കുറച്ചെടുത്തു, ബാക്കി ഞാൻ കളയാണ് ചെയ്തത്. ഞണ്ടിൻ്റെ ഈ ഷെല്ല് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ കൈ വെച്ചു, അതിൻ്റെ തലഭാഗത്ത് കൈ വെച്ചിട്ട് വേണം അത് ഓപ്പൺ ചെയ്തെടുക്കാൻ. അന്നപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ പൊന്നുണ്ടാവുക, ഒരു യെല്ലോ കളറിൽ അവിടെ കാണാം. പിന്നെ നമ്മൾ നന്നായിട്ട് കൈ വെച്ച് രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ കണ്ടോ, ഈ യെല്ലോ കളറിൽ പൊന്ന് വരും. അപ്പോൾ നമ്മൾ അതിന് എടുത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെയായിട്ടായിട്ട് കിട്ടും. നമുക്കത് ഇങ്ങനെ തന്നെയും എടുക്കാം, അല്ലാതെ ചിലവരിത് നടു പീസാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെ തന്നെ എടുത്തു. അപ്പോൾ ഇത്ര ഭാഗമേ വേസ്റ്റ് വരുന്നുള്ളൂ ഈ ഒരു ഷെല്ലും. അപ്പോൾ നമ്മളവിടെ വെച്ചു. ഇനി നമുക്കങ്ങനെ ഓരോന്നും വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് ഞണ്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഞണ്ടിൻ്റെ ഭാഗങ്ങളാണിത്. കുറച്ച് കാല്, അതിൻ്റെ കൈ, അതുപോലെ തന്നെ അതിൽ മീറ്റ് അടങ്ങിയ ഭാഗമുണ്ട്. അപ്പോൾ ഇത് വലിയതായതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് ഈ കൈകളും കാലിലൊക്കെ ഒരുപാട് മീറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഞണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് വാഷ് ചെയ്യാണ്. അപ്പോൾ ഈ ഞണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിയും. അതുപോലെ തന്നെ ഒരു വട്ടം ശീലമായാൽ പിന്നെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് കഷ്ണങ്ങളാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ നടു കട്ട് ചെയ്തിട്ട് കാരണം പിന്നെ ഭയങ്കര എക്സൈറ്റഡായി നിൽക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ മീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവൾ. പിന്നെ നമ്മളിതാ നല്ല മൺചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്, അതും അടുപ്പത്താണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ചട്ടി ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ, അതും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. നല്ല നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉലുവയാണ് എടുത്തത്. ഞാൻ ഉലുവ എടുത്ത് അതിലേക്ക് ഇട്ടുണ്ട്. പിന്നെ നമ്മൾ ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളിയിടും. നമ്മൾ സവാള ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഈ അടുപ്പത്താവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സാവകാശം വെന്ത് വരും. അപ്പോൾ സാവകാശം വെന്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. കാരണം ഒരു പരുവായിരിക്കും. അപ്പോൾ നമ്മളിതിൽ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കും. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് വഴറ്റി കിട്ടും. അപ്പോൾ ഒരുപാട് താമസമില്ലാതെ വഴറ്റി കിട്ടും. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിതിലേക്ക് നമ്മുടെ പേസ്റ്റല്ല, ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടതാണ്, ഓവർ പേസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ നല്ല മല്ലിയില, ഈ മല്ലിയില നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു തരം മല്ലിയിലാണ്, നല്ല സ്മെല്ലാണ് അതിന്. പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് വലിയ കഷ്ണത്തിൽ അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളീൻ്റെയും ഈ നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുകയും ചെയ്യാം, അതൊന്ന് വഴറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് ജസ്റ്റ് ഒരു പാകമാവുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം.
ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി, കുറച്ച് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഞണ്ട് ഒന്നായിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ മസാല പൊടികളും ഇതിൻ്റെ ഉള്ളിയും എല്ലാം കൂടി നമ്മളിതിൽ വെള്ളം ഒഴിച്ചില്ല കേട്ടോ. നമ്മുടെ ഈ ഉള്ളിയിലെയും തക്കാളിയിലെയും വെള്ളം മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഞണ്ടിൽ കുറച്ച് വെള്ളം ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം അത്ര അത്യാവശ്യമുണ്ട് മാത്രം എടുത്താൽ മതി. നമ്മളിത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റി മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതാ ഒന്നായിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നല്ല സ്മെല്ലിങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ നമ്മുടെ ഞണ്ട്, ചെമ്മീൻ, കടുക്ക ഇതിനൊക്കെ പ്രത്യേക സ്മെല്ലാണ്. ഇതിൻ്റെയൊക്കെ സ്മെല്ല് പെട്ടെന്ന് എടുത്തറിയാം, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം ഇതെല്ലാം കൂടെ വറ്റി അടിയിൽ പിടിക്കുന്നതിന്. അപ്പോൾ നല്ല തീയുണ്ട് അടുപ്പത്തായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾ കണ്ടില്ല, അത്ര വളരെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് വഴറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഞണ്ടുകൾ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക് പൊടി ഇട്ടാൽ നമ്മുടെ ഞണ്ടുകൾ റെഡിയാണ്.